കൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് എറണാകുളം പെരുമ്പോർ ബസ് റൂട്ടിൽ നിന്നും 1/2 കിലോമീറ്റർ മാത്രം ദൂരത്തിലുമായിട്ടാണ് ഈ വില്ല പ്രോജക്റ്റ് വന്നുള്ളത്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇവിടെ നിന്ന് കിഴക്കമ്പലം ജംഗ്ഷനിലേക്ക് 1.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് 1/2 കിലോമീറ്റർ ദൂരം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു വീടാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. 3 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. അഞ്ച് മീറ്റർ വൈഡ് റോഡാണ് ഇതിന് ഇൻറ്റേർണലായിട്ട് കൊടുത്തുള്ളത്. ടൈല് വിരിച്ചിട്ടുണ്ട്. 2 വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് പോകുന്ന രീതിയിൽ വിഡ്ത്തുള്ള റോഡ് തന്നെയാണ്. ഇനി നമ്മൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. വലിയൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് തന്നെയുണ്ട്. ഒരു വാഹനമാണ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ആയിട്ട് ഇവിടെ പവർ പോയിൻ്റ് വരുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. നടക്കാനുള്ള സ്പേസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്നത് ഈസ്റ്റ് സൈഡാണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് വെല്ലും വരുന്നുണ്ട്. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ഭാഗമാണ് സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്നത്. ഇവിടെയും നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ടൊരു പ്ലാന്റർ ബോക്സിനുള്ള സ്പേസ് വരുന്നുണ്ട്. നല്ല ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് കുറച്ചും കൂടി ഭംഗിയാവുകയും ചെയ്യും. സിറ്റ് ഔട്ട് സ്ട്രൈറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നുണ്ട്. 2 ചെയർ നമുക്ക് ഈസി ആയിട്ട് ഇടാവുന്നതാണ്. സിറ്റ് ഔട്ടിൽ ഗ്രാനൈറ്റും ടൈലും കൂടി മിക്സ് ചെയ്തിട്ടാണ് സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ അകത്തേക്ക് കയറാം. പ്രധാന ഡോറ് വന്നിരിക്കുന്നത് 2 പീസ് ഡോറായിട്ട് വെസ്റ്റിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിലാണ്. അപ്പോൾ വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് പടിഞ്ഞാറോട്ടാണ്. നമ്മളിപ്പോൾ ലിവിങ്ങിൽ നിൽക്കുവാണ്. ഇവിടെയായിട്ട് കോർണർ സെറ്റ് ഇടാവുന്നതാണ്. ഒരു ടീപ്പോ കൊടുക്കാവുന്നതാണ്. ഈ ഭാഗം വരുന്ന സൗത്ത് സൈഡും ഇത് വരുന്നത് വെസ്റ്റ് സൈഡുമാണ്. വെസ്റ്റ് സൈഡിൽ പെർഗോളാസ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് വരുന്നുണ്ട്. അതിനകത്ത് LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സീലിങ്ങിൽ ലൈറ്റ് കൊടുക്കാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി TV യൂണിറ്റിൻ്റെ ഭാഗത്തേക്ക് വരാം. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അതിന് മേലെയും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നമുക്ക് ക്യൂരിയോസോ ഇൻഡോർ പ്ലാന്റ്സോ ഒക്കെ വയ്ക്കാനുള്ള സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇനി ഡൈനിങ്ങിലേക്ക് വരാം. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. ഒരു 6 ചെയറിൻ്റെ 8 ചെയറിൻ്റെ ഈസി ആയിട്ട് വീഴുന്ന രീതിയിൽ സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. സ്റ്റെയറിനടി കവർ ചെയ്തിരിക്കുകയാണ്. ഒരു സൈഡ് പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഭാഗം വരുന്നത് ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ്. സ്റ്റെയർ വരുന്ന ഭാഗം ആയതുകൊണ്ട് തന്നെ. ഇനി ഫ്രണ്ടിലായിട്ടാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ വെച്ചിട്ടുള്ളത്. ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെ നല്ലൊരു വാഷ് ബേസും പ്ലേസ് ചെയ്തിരിക്കുകയാണ്. താഴെ സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇവിടെയായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വാഷ് കൗണ്ടർ നമുക്കിവിടെ കിട്ടി. ഇനി കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. ഓപ്പൺ കിച്ചനാണ് വന്നുള്ളത്. ഇവിടെയായിട്ടാണ് നമുക്ക് കൗണ്ടർ കിട്ടിയിട്ടുള്ളത്. 2 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. കിച്ചൻ്റെ ഭാഗം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. നോർത്തിലേക്കാണ് ഫുഡും ഹോമും ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഈസ്റ്റ് സൈഡിൽ സിങ്കിൻ്റെ ഭാഗം വന്നിരിക്കുകയാണ്. L ഷേപ്പിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വശങ്ങളെല്ലാം പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. നമുക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്തേക്ക് വരാം. ഇവിടെയായിട്ട് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ളൊരു സ്പേസ് ഉണ്ട്. തറനിരത്തിൽ നിന്ന് ഉയർത്തിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് 2 സൈഡും കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വർക്ക് ഏരിയ കൂടി കിട്ടുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ട് കിണർ വന്നിട്ടുണ്ട്. അത് നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. അതുകൊണ്ട് വെള്ളത്തിനൊരു ക്ഷാമം ഉണ്ടാവില്ല. മാത്രമല്ല KW വാട്ടർ കണക്ഷൻ നമുക്ക് എടുക്കാവുന്നതുമാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ ബെഡ്റൂമിലേക്കാണ് വരുന്നത്. ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. നമുക്ക് കബോർഡുകളെല്ലാം കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. ആ സീലിങ്ങിൽ LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. വാഷ് ബേസിൻ കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ ഒരു മിററും ഇവിടെ ഒരു ലൈറ്റും മാത്രമേ ആവശ്യമുള്ളൂ. ഷവർ കോക്കാണ് കൊടുത്തിട്ടുള്ളത്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. 2 ടാപ്പ് വന്നിട്ടുണ്ട്. ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസെറ്റാണ് വന്നുള്ളത്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ ഭിത്തി ഗ്ലോസിയാണ്. PVC ഡോറാണ് ഇതിന് വന്നുള്ളത്. പിന്നെ നമ്മൾ അപ്പർ ലിവിങ്ങിലേക്ക് പോവാണ്.
സ്റ്റെയർ വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്, അതായത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്ന രീതിയിൽ ടൈലാണ് കൊടുത്തുള്ളത്. മാറ്റ് ടൈലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. സ്ക്വയർ ട്യൂബിലാണ് ഹാൻഡിൽ വന്നുള്ളത്. ഈസി ആയിട്ട് മേലേക്ക് കയറാം. ഇത് നോർത്ത് സൈഡാണ്. പെർഗോളാസ് വന്നിട്ടുണ്ട്, ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. അപ്പർ ലിവിങ് സ്പേസ് ഒരു എൽ ഷേപ്പിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം. 12.4 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കിട്ടിയിട്ടുള്ളത്. ആ സീലിങ്ങിൽ LED ലൈറ്റെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. വാഷ് ബേസും വന്നിട്ടുണ്ട്. മിററും ലൈറ്റും കൂടി കൊടുക്കാനേ ഉള്ളൂ. ഇവിടെ ആയിട്ട് 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ്. താഴെ മാച്ച് ടൈലാണ് വിത്ത് ക്ലോസിങ് കൊടുത്തിട്ടുണ്ട്. PVC ഡോറാണ് ഇതിനും വന്നുള്ളത്. പിന്നെ നമ്മളിതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. 12 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂമുകൾക്ക് അത് അത്യാവശ്യം സൈസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇത് ഈസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡുമാണ്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമ്മളിതിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് പോകുന്നത്. യൂട്ടിലിറ്റി സ്പേസ് ആണ്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ്റെ പവർ പോയിൻറ്റ്, വാട്ടർ പോയിൻറ്റ്, വേസ്റ്റ് ലൈൻ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് റൂഫ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നമുക്ക് അലക്കി വിരിച്ചിടാൻ ധാരാളമാണ്. മാത്രമല്ല ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറാനായിട്ട് ലാഡർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹാൻഡിൽ വരുന്നുണ്ട്. ടാങ്ക് കൊടുത്തിരിക്കുന്നത് ഹൈറ്റിലാണ്, സ്റ്റാൻഡ് അടിച്ച് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടാപ്പിലൊക്കെ നല്ല പ്രഷർ ഉണ്ടാവുകയും ചെയ്യും. അപ്പം നമ്മൾ യൂട്ടിലിറ്റി ഏരിയ കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ്. അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാൽക്കണി തന്നെ കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ടിലൊരു ജാളി ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിൻ്റെ വർക്കാണ് ഫ്രണ്ടിൽ വന്നുള്ളത്. ഒരു ഊഞ്ഞാലും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഫ്രണ്ടിൽ പാരപ്പറ്റ് നീട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പ്ലാന്റ്സുകൾ കൊടുക്കാനുള്ള സ്പേസ് ആയിട്ട് നമുക്കതിനെ യൂസ് ചെയ്യാവുന്നതാണ്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. പുക്കാട്ടുപടിക്കും കിഴക്കമ്പലത്തിനും മിഡിലായിട്ട് ചെമ്മലപ്പടി എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു വില്ല പ്രോജക്റ്റിൻ്റെ ഭാഗമായി വരുന്ന വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ഇവിടുന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും മാത്രമല്ല നമുക്ക് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്കും എയർപോർട്ട് ഭാഗത്തേക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനിലാണ്. 3 സെൻറ്റാണ് ലാൻഡ് ഏരിയ വരുന്നത്. 1550 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് 52 ലക്ഷം രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്. വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്റ്റ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.